ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലെ നാഴികക്കല്ലായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എന്ന് സർവീസ് ആരംഭിക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു രാജ്യത്തെ ദീർഘദൂര യാത്രക്കാർ. ട്രയൽ റണ്ണുകൾ പൂർത്തിയാക്കി ഏറെ നാളായിട്ടും ഉദ്ഘാടനം വൈകിയതിലെ ആശങ്കകൾക്കിടയിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒന്നല്ല രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകൾ ഒരുമിച്ച് രാജ്യത്ത് അവതരിപ്പിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇതിനായി യാത്രക്കാർക്ക് ഏകദേശം ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ഷക്കൂർ ബസ്തി കോച്ചിംഗ് ഡിപ്പോയിൽ ആവശ്യമായ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ ഇപ്പോൾ ഉദ്ഘാടനത്തിനായി തയ്യാറാണ്. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ യൂണിറ്റ് നിലവിൽ നിർമ്മാണത്തിലാണ്. ഒക്ടോബർ 15ഓടെ ഇത് പൂർത്തിയാകാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ്. രണ്ട് ട്രെയിനുകളും ഒരുമിച്ച് പുറത്തിറക്കും. മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, ദീർഘദൂര റൂട്ടുകളിൽ സാധാരണ സർവീസുകൾക്ക് മുടക്കമില്ലാതെ തുടർച്ചയായി സർവീസ് നടത്താൻ രണ്ടാമത്തെ ട്രെയിൻ അത്യാവശ്യമാണ്. മെയിൻ്റനൻസിനും മറ്റുമായി ഒരു ട്രെയിൻ മാറ്റിയാൽ പകരം ഓടിക്കാൻ ഒരു ബാക്കപ്പ് യൂണിറ്റ് ഇല്ലാതെ സർവീസ് ആരംഭിക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ട്രെയിനിനായി കാത്തിരിക്കുന്നതെന്നും അത് ലഭിച്ചാൽ ഉടൻ തന്നെ റൂട്ട് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂഡൽഹി പാറ്റ്ന റൂട്ടിലായിരിക്കും ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് വരുന്നത് എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ റൂട്ട് സംബന്ധിച്ച് മന്ത്രി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ന്യൂഡൽഹി പാറ്റ്ന റൂട്ടിൽ പ്രാഗ്രാജ് വഴി ഏകദേശം 1000 കിലോമീറ്റർ ദൂരമാണ് താണ്ടേണ്ടത്. ഈ ദൂരം ഏകദേശം 11.5 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ വന്ദേ ഭാരത് സ്ലീപ്പറിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉത്സവ സീസണിൽ ഉണ്ടാകുന്ന യാത്രാ തിരക്ക് കുറയ്ക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ഈ അത്യാഡംബര സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നത്. വിമാനയാത്രയ്ക്ക് ചെലവ് കുറഞ്ഞതും എന്നാൽ സൗകര്യങ്ങൾ ഒട്ടും കുറവില്ലാത്തതുമായ ഒരു ബദലായി വന്ദേ ഭാരത് സ്ലീപ്പർ മാറുമെന്നാണ് പ്രതീക്ഷ. വിമാനങ്ങളെ വെല്ലുന്ന ഇന്റീരിയർ, ഇന്ത്യയിലെ ദീർഘദൂര യാത്രയുടെ അനുഭവം പൂർണ്ണമായി നവീകരിക്കുന്ന തരത്തിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഈ ട്രെയിൻ 24 കോച്ചുകളാണുള്ളത്. വിമാനങ്ങളിലേതിന് സമാനമായ അത്യാഡംബര ഇന്റീരിയർ, സെൻസർ നിയന്ത്രിത വാതിലുകൾ, CCTV നിരീക്ഷണം, അത്യാധുനിക ബയോ ടോയ്ലറ്റുകൾ കൂടാതെ ചൂടുവെള്ള ഷവറുകളും പോലുള്ള അവിശ്വസനീയമായ സൗകര്യങ്ങളും സ്ലീപ്പർ സർവീസിലുണ്ട്. കവച് എന്ന കൂട്ടിയിടി വിരുദ്ധ സംവിധാനം പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കും. ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 180 കിലോമീറ്റർ ആണ്. രാജധാനി എക്സ്പ്രസിനേക്കാൾ അല്പം കൂടുതലായിരിക്കും ടിക്കറ്റ് നിരക്കുകൾ. ഇത് ഇന്ത്യയിലെ ദീർഘദൂര റെയിൽവേ യാത്രയുടെ നവീകരണത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പായിരിക്കും. കേരളത്തിലെ വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ്. നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന് സ്ലീപ്പർ ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ബംഗളൂരു സർവീസ് ആയിരിക്കും ലഭിച്ചേക്കുക എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബംഗളൂരു റൂട്ടിലേക്കല്ല, മറിച്ച് മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആയിരിക്കും പുതിയ സ്ലീപ്പർ സർവീസ് എത്തുക. MK രാഘവൻ MP ബംഗളൂരു കോഴിക്കോട്, ചെന്നൈ കോഴിക്കോട്, മംഗളൂരു തിരുവനന്തപുരം എന്നീ റൂട്ടുകളിൽ നിന്ന് 3 വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയിൽ മംഗളൂരു തിരുവനന്തപുരം സ്ലീപ്പറിന് അംഗീകാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട്. ഈ സർവീസ് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ദീർഘദൂര യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. സ്ലീപ്പർ ലഭിച്ചില്ലെങ്കിലും തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ നിലവിലെ സിറ്റിംഗ് വന്ദേ ഭാരത് സർവീസ് വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് യാത്രക്കാർ. നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ സ്പെഷ്യൽ സർവീസായി വന്ദേ ഭാരത് ഓടിയിരുന്നു. ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നുവെങ്കിലും അധികം വൈകാതെ സർവീസ് പിൻവലിച്ചു. ഇതോടെ കേരളത്തിൽ നിന്നുള്ള MPമാർ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിയെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. ഈ സർവീസ് സ്ഥിരമായി യാഥാർത്ഥ്യമായാൽ കർണാടകയിലേക്കും തിരിച്ചുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. വന്ദേ ഭാരത് സ്ലീപ്പർ ഇന്ത്യയിലെ ദീർഘദൂര റെയിൽ യാത്രയുടെ മുഖച്ഛായ മാറ്റിയെഴുതുന്നതിൽ നിർണായകമാകും.